ഡിസംബർ ജനുവരിയിലായിട്ട് ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർക്കുമ്പോൾ തന്നെ നമുക്ക് തലതാണ് പോവുക. അത്ര ഹൊറിബിൾ ക്രിക്കറ്റാണ് ഇന്ത്യ കാഴ്ചവെച്ചല്ലേ. പക്ഷേ അതിൽ ചില വാർത്തകൾ പുറത്തു വരുന്നത് കേട്ടാൽ നമുക്ക് ചിരി വരും കേട്ടോ. ഒരു സൂപ്പർ ബാറ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ആയിരിക്കാം. ഇവരിൽ ആരോ ഒരാൾ വലിയ ലോഡിംഗ് പ്രക്രിയയാണ് അങ്ങോട്ടേക്ക് നടത്തിയത്. അതായത് 27 ബാഗുകളായി 2.5 കിൻഡൽ സാധനങ്ങളാണ് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം കുറേ നാളവിടെ വിശ്രമിക്കാൻ പോവുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ബാറ്റിംഗ് ഒരു അധികം നേരം ചെയ്തിട്ടില്ല. ബാറ്റിങ്ങിന് പോയി 5 മിനിറ്റ് കഴിയുന്നത് തിരിച്ച് പവലിയനിലേക്ക് എത്തുകയാണ്. പിന്നെ അവിടെ ഭാര്യ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അസിസ്റ്റൻസ്, പിന്നെ ഇവരുടെ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ആയിട്ട് അവിടെ എൻജോയ് ചെയ്ത് ജീവിക്കാം. ഇവരുടെ ഒരു ഓഫീസ് തന്നെയാണ് അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്ത് പോകുന്നത്. അതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഈ 2.5 കിൻഡൽ കൊണ്ടുപോയത് അതിന്റെ ഈ എക്സസ് ബാഗേജ് ചാർജ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ BCCI തന്നെ അടക്കേണ്ടി വന്നു. അങ്ങനെ ഗതികെട്ട് BCCI പുറത്തുവിട്ടതുകൊണ്ടാണ് ഈ റിപ്പോർട്ട്. അതിൽ താരത്തിന്റെ 17 ബാറ്റുകളും കുടുംബാംഗങ്ങളുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെയും സാധന സാമഗ്രികളും ഉൾപ്പെടുന്നു. BCCIയുടെ ചട്ടപ്രകാരം താരങ്ങളുടെ കുടുംബങ്ങളുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെയും ബാഗേജുകളുടെ ബാധ്യത അതാത് താരങ്ങളാണ് വഹിക്കേണ്ടത്. എന്നാൽ ഇതിന് വിരുദ്ധമായി ഈ താരം എല്ലാ ബാഗുകളും തന്റെ കണക്കിൽപ്പെടുത്തി ബാധ്യത BCCIയുടെ തലയിൽ വെക്കുകയായിരുന്നു. എന്തായാലും ഇനി ഈ പണി ഒന്നും നടക്കില്ല, വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ചാമ്പ്യൻസ് ട്രോഫി മുതലാണ് അത് നടപ്പിലാക്കുന്നത്. അതായത് നിങ്ങൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമുമായിട്ട് വേണം ഒരുമിച്ച് യാത്ര ചെയ്യാൻ. അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ബന്ധുക്കാരെയും സ്വന്തക്കാരെയും പേഴ്സണൽ സ്റ്റാഫിനെയൊന്നും കൂട്ടിക്കൊണ്ടുവന്ന പരിപാടി നടക്കില്ല. വരിക, ക്രിക്കറ്റ് കളിക്കുക, സ്കോർ ചെയ്യുക, പോവുക. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സോ പരിപാടിയൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത് പൊക്കോന്ന്.